റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച CPM സംസ്ഥാന നേതൃത്വം. ഉണർന്നു പ്രവർത്തിക്കാൻ മണ്ഡലം കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റികൾക്കും നിർദ്ദേശം. പരമ്പരാഗത തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനപ്പുറം ഹൗസ് ക്യാമ്പയിനും ശക്തമാക്കണം. ജി സുധാകരൻ RSS ജമാഅത്തെ ഇസ്ലാമി ബന്ധമുണ്ടായത് കൂടുതൽ പ്രചരിപ്പിക്കാനും പാർട്ടി തീരുമാനം. ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് സായി കുമാർ ചേരുകയാണ്. ഇലക്ഷൻ എക്സ്പ്രസിനൊപ്പം സായി, ഭരണം കിട്ടിയിട്ടും അമ്പലപ്പുഴയിൽ തോറ്റാൽ അത് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പാർട്ടി നിലപാട്. അതായത് എവിടെ തോറ്റാലും അമ്പലപ്പുഴയിൽ തോൽക്കരുത് എന്ന്. തീർച്ചയായും അത് അമ്പലപ്പുഴയിൽ ഇത്തവണ CPIM-നെ സംബന്ധിച്ച് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. കാരണം സംസ്ഥാനത്തെ തന്നെ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവായ ജി സുധാകരൻ പാർട്ടിയെ ചതിച്ചുകൊണ്ട് എതിർപ്പാളയത്തിൽ സ്ഥാനാർത്ഥിയായി വന്നതാണ്. അതൊരു വലിയ രാഷ്ട്രീയ ചെറ്റത്തരമാണ് എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ഏത് വിധേനയും അമ്പലപ്പുഴയിൽ ഒരു തോൽവി, ഒരു പിന്നോട്ട് പോക്ക് CPIM സ്വപ്നത്തിൽ പോലും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ജി സുധാകരൻ അവിടെ പ്രചാരണത്തിൽ സജീവമാണ്. ചില പ്രത്യേക തരം രീതിയിലുള്ള പ്രചാരണം, അതായത് LDF സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹത്തിന് ചില തീവ്രവാദ ശക്തികളുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ പോലുമുള്ള പ്രചാരണം അടിത്തട്ടിൽ ജി സുധാകരൻ നടത്തുന്നുണ്ട് എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ഏതു വിധേനയും അത്തരം പ്രചാരണങ്ങളെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ CPIM മെനയുന്നത്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്ത നേതൃയോഗം അവിടെ നടന്നു. അവിടെയാണ് ഭരണം കിട്ടിയിട്ടും അമ്പലപ്പുഴ തോറ്റാൽ അതുകൊണ്ട് കാര്യമില്ല, അപ്പോൾ ഏത് വിധേനയും അമ്പലപ്പുഴ പിടിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തു. അതിനായി കർശനമായിട്ടുള്ള നിർദ്ദേശം നാളെ ഇപ്പോൾ പ്രധാനപ്പെട്ട കീഴ്ഘടകങ്ങളുടെ അടക്കം അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. എല്ലാ മണ്ഡലം കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഉണർന്ന് പ്രവർത്തിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മണ്ഡലത്തിലെ 60,000-ഓളം വരുന്ന ഉറച്ച വോട്ടുകൾ അത് നിർബന്ധമായും ഒരു വോട്ട് പോലും നഷ്ടപ്പെടാതെ പെട്ടിയിലാക്കാൻ ശ്രമിക്കണം. അതിനപ്പുറമുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ വോട്ടും പരമാവധി സമാഹരിക്കാൻ കഴിയണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം ജി സുധാകരന്റെ വർഗീയ ബന്ധം, വർഗീയ സംഘടനകളുമായി RSS അടക്കമുള്ള BJP അടക്കമുള്ള ആളുകളുമായിട്ടുള്ള ജി സുധാകരന്റെ ബന്ധം അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഈഴവ, നായർ, ധീവര, ഹിന്ദു വോട്ടുകളിൽ കരുതൽ വേണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി സംസ്ഥാന സെക്രട്ടറി ഇന്ന് കൊടുത്തു. ഈ നിർദ്ദേശങ്ങൾ എല്ലാം കീഴ്ഘടകങ്ങളിലേക്ക് ഇന്ന് തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലെ 15 ലോക്കൽ കമ്മിറ്റികൾക്ക് അടിയന്തരമായി തന്നെ നിർദ്ദേശം, അതായത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കുറെ കൂടി ജാഗരൂകരായി ഇടപെടണം എന്നുള്ളൊരു നിർദ്ദേശം നാളെ ഇപ്പോൾ ലോക്കൽ കമ്മിറ്റികൾ മുറുക്കി ഇറങ്ങുകയാണ്. അമ്പലപ്പുഴ പോരിന് CPM എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഓരോ പ്രാദേശിക ഘടകത്തിനും കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതടക്കമാണ് വിവരങ്ങൾ.